ഓനൊക്കെ ഇങ്ങനെ മറ്റേ ഏതാ അരിയർ നഗറിലല്ല ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ചങ്ങലമ്മ കൊണ്ടുപോകുന്നത്, ആ അവസ്ഥ അത് അതുപോലെ ചെയ്യണമെന്നൊക്കെ തോന്നിപ്പോവും. അമ്മാതിരി ഡയലോഗാണ് പറഞ്ഞത്. കേസ് കൊടുത്ത അതായത് ഇരകളുടെ മനസ്സിൽ ഒരു ലെഡ് പൊട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക്. ഈ ചിലവലതൊക്കെ ശരിയാവും, ചിലവലതൊട്ട് ശരിയാവില്ല. അതിനിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഒരു മെനങ്ങട്ട് വരില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ അമ്മ സംഘടന എൻ്റെ തല പോലൊക്കെ ആവുന്നപ്പോൾ എൻ്റെ പേടി. എന്താണെങ്കിലും കാത്തിരുന്നിട്ട് കാണാം. ഈ പറഞ്ഞ പോലെ ഈ ചില ആൾക്കാർക്ക് താല്പര്യം ഈ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിരിക്കും. ചില ആൾക്കാണെങ്കിലോ വാതിൽ മുട്ടി ഇടിച്ച് പൊളിച്ച് കയറണം. ഇനി വേറെ കുറേ ആൾക്കാർക്കാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തും ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി പുതിയ അടവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ദിവസങ്ങളെ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. എന്താണെങ്കിലും ഈ വേട്ടക്കാരുടെ ക്രെഡിബിലിറ്റി, ഇമേജ് കാര്യങ്ങളൊക്കെ പോയി കംപ്ലീറ്റ് അടിച്ച് പിളിച്ച് താഴെ ചളിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി കേസ് കൊടുത്തവരെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മളെല്ലാവരും വേട്ടക്കാരെ ഇത് മാത്രം കണ്ട സമയത്ത് ഇരകളുടെ ക്രെഡിബിലിറ്റിയും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കില്ലേ? അവരുടെ ഒരു ഇമേജ് എങ്ങനെയൊക്കെ എന്നുള്ളതും കൂടെ നോക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഹേമ കമ്മിറ്റിയിൽ ഈ പറഞ്ഞ ഒരാൾക്കാരുടെ റിപ്പോർട്ടും ഇല്ല എന്നാണ് പൊതുവേ ഉള്ളൊരു നിഗമനം. പിന്നെ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേക്കും ഇത്രയും കൂടുതൽ ആളുകൾ ഒറ്റയടിക്ക് ചാടി വീണ് 10 കൊല്ലം 15 കൊല്ലം പതിറ്റാണ്ടുകളായിട്ട് പൊഴുത്തി വെച്ചിട്ടുള്ള ഈ കംപ്ലയിൻസും കാര്യങ്ങളുമായിട്ട് വരുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ചില ക്രെഡിബിലിറ്റി പാർട്ട് നമ്മളിതിൽ ചിന്തിച്ചു പോകുന്നത്. ഇരകളുടേതും കേട്ടോ, വേട്ടക്കാരത് മാത്രമല്ല, വേട്ടക്കാരത് തീർന്നു, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടായിരിക്കുന്നത്. ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ കുറേ വീഡിയോ കണ്ടു. അതായത് മേഘ മൽഹാറോ എന്തായിരുന്നു പേര്, സോണിയ മൽഹാർ, അവർ പറഞ്ഞ കംപ്ലൈൻറ്റ് 2013 2010 ഒക്കെയാണ് അവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. നടൻ ആരാന്നുള്ളത് പറയാതെ പറയുകയും ചെയ്തു. എന്താണെങ്കിലും ഈ പറയാതെ പറഞ്ഞ നടൻ അത് കഴിഞ്ഞിട്ട് അവരുടെ സുഹൃത്താണ്, ചെറിയ സുഹൃത്തൊന്നുമല്ല, അവരുടെ ഭയങ്കര ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് ഈ പറഞ്ഞ നടൻ. അതിനുശേഷം ഈ പറഞ്ഞ നടൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്നാൾ ലവ് വരെ ഇട്ടിട്ടാണ് ഈ പറഞ്ഞ വിഷസൊക്കെ പോകുന്നത്. എല്ലാ പ്രോഗ്രാമിനും അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മഹാമനസ്കനായിട്ടാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ, 10 അല്ല അതിൻ്റെ മേലെ ആയിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ഒറ്റ ദിവസം കൊണ്ട് ആ ആള് ഇവരുടെ ശത്രുവായി മാറി. പറയണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ അത്ര അടുത്ത ഫ്രണ്ടായി പറഞ്ഞ ആരോപിതൻ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണക്ട് ചെയ്ത സമയത്താണ് നമുക്ക് ഈ ഡൗട്ട് തോന്നുന്നത്. എന്തായിരിക്കും അത്? അതിൻ്റെ ഉള്ളിലുള്ള വേറെ എന്തോ ഒരു സംഭവം അവിടെ അങ്ങനെ പുക മറഞ്ഞ് കിടക്കുന്നുണ്ട്. അത് അവരുടെ ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഭാവിയിലേക്ക് വല്ലതും പ്രതീക്ഷിച്ചിട്ടാണോ? അതായത് ഞാൻ ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയാലോ, നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോട്ടോ. ഞാൻ ഈ പറഞ്ഞ നടൻ നല്ലവനല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഇന്നത്തോടുകൂടെ മനസ്സിലായി. പക്ഷേ കേസ് കൊടുത്ത അതായത് ഇരകളുടെ മനസ്സിൽ ഒരു ലെഡ് പൊട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക്. അതേപോലെ തന്നെ ഇന്നത്തെ അവസ്ഥയും, ഇന്ന് നമ്മുടെ എന്താ പറയുക, മുകേഷിനെ പറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അതേ പേര് പറയാൻ മടിച്ച ജയസൂര്യ എന്ന് പറഞ്ഞ നടനെ പറ്റിയും, മണിയമ്പിള്ള രാജുവിനെ പറ്റി, പിന്നെ നമ്മുടെ ഇടവേള ബാബു, ഇവരൊക്കെ ഒരേ ആളുടെ അടുത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞവർ അതിൽ 1-2 ഈ മുകേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്സ് ഒട്ടിക്കാനൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മുകേഷിൻ്റെ അതൊരു നമ്മുടെ നാട്ടിലെ MLA കൂടെ ആണേ. ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ ഈ മെഴുകുതിരിയുടെ വാസ്കല്ലേ, ആ വാസ്കറ്റ് അടച്ചു വെച്ചു, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം ധരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ. അപ്പം നാടകമേ വലുത് എന്നതിൽ വെച്ച് ഞാനിങ്ങനെ മാറി നടന്നു. പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരും. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ? ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നിട്ട് ഓടിപ്പോയി. അപ്പോൾ എൻ്റെ റൂം പുള്ളിക്കാരൻ കണ്ടില്ലേ ഏതാ റൂമെന്ന്. അപ്പോൾ പുറകെ വന്ന് തട്ടി. എന്താണല്ലേ അവരോണ്ട് ആർക്കും കൊടുക്കേണ്ട വാക്സ് ഒട്ടിച്ചിരുന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങളുടെ അവിടെ അങ്ങ് വാക്സ് ഒട്ടിച്ച് അതങ്ങ് ലീക്ക് നിർത്തിക്കൂടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ MLA യോടും നമ്മുടെ നടനോടും ഒക്കെ. പണ്ട് ഈ
ഇൻ ഹരിഹർ നഗറിലെ ഈ ചങ്ങലമ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ മെഴുകിൻ്റെ മേലെ മെഴുകുതിരിനെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉരുക്കണോ അതോ ഒട്ടിക്കണോ എന്നൊക്കെ ബോധം അപ്പം ചിലപ്പം വരുമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ അതിൻ്റെ കണക്ക്? അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവരും ഈ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ബാക്കിൽ കൂടെ ചാടി കയറി പിടിച്ച് നമ്മുടെ എന്താ പറയുക ബാത്റൂം സൂപ്പർ സ്റ്റാർ ചുണ്ടിന് ഉമ്മ കൊടുക്കുന്നു, വേറെ ആൾ ഫ്ലാറ്റിലോട്ട് ക്ഷണിക്കുന്നു, വേറെ ആൾ കാറിന്ന് കയറി പിടിക്കാൻ നോക്കുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്തും ഇതൊക്കെ നടന്നത് പതിറ്റാണ്ടുകൾ മുമ്പാട്ടോ, 10 കൊല്ലം മുമ്പാണ്. പതിറ്റാണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, 10 കൊല്ലം മുമ്പാണ്. അപ്പം അത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ട് ഇതേ ആളുകളുടെ കൂടെ തന്നെയുള്ള പോസ്റ്റുകളാണ് ഇവരുടെയൊക്കെ ഫേസ്ബുക്കിൽ വരുന്നത്. 2008-ലും 2009-ലും 2010-ലൊക്കെ നടന്നേ അവരനുഭവിച്ച ദുരനുഭവങ്ങൾക്ക് പകരമായിട്ട് 2020-ലും 2021-ലും ഒക്കെ ഇതേ ആളുകളുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പം എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്ന ഒരാൾ ഒരിക്കലും അങ്ങനെയൊന്നും പോസ്റ്റ് ഇടാനൊന്നും ഒരാൾക്കും പറ്റില്ല. അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ തോന്നിപ്പോട്ടോ. ഇത് ഈ രണ്ടാമത്തെ ആളുടെ ക്രെഡിബിലിറ്റിയാണ് അവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. പോട്ടെ, അതും നമുക്കൊന്നും പറയാൻ പറ്റില്ല, എന്താണോ ഇതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്ന അറിയില്ല. അത് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞ് ഇതുപോലത്തെ കംപ്ലൈൻറ്റുമായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ വരുന്നു. ഒരു വല്ലാത്തൊരു അവസ്ഥയല്ലേ ഇത് കാണുന്ന സമയത്ത്? ഇര പറഞ്ഞത് കേൾക്കണോ, വേട്ടക്കാരൻ പറഞ്ഞത് കേൾക്കണോ? വേട്ടക്കാരൻ വേട്ടയാടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇരകൾ എന്താ പറയുക, അതിന് നിന്ന് കൊടുത്തിട്ടാണോ എന്നുള്ള തോന്നലുകളാണ് പലപ്പോഴും ഇങ്ങനത്തെ കുറേ മിസ്മാച്ചസ് വരുന്ന സമയത്ത് തോന്നുന്നത്. എന്താണേലും അത് മാത്രമല്ല, പിന്നെ മൂന്നാമത്തെ ആളല്ലേ എന്ത് സമ്പത്തായിരുന്നു, രേവതി സമ്പത്തോ അങ്ങനെ തോന്നല്ലേ? അവരാണെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇന്ന് അഖിൽ മാരാറൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അവരുടെ പാസ്റ്റിൽ അവർ ചെയ്തിട്ടുള്ള കുളിസിത പ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും ഇന്ത്യയിലൊന്നുമല്ല, ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോയി ചെയ്ത ആളാണ്, അങ്ങ് ചൈനയിലൊക്കെ പോയിട്ട്. അതുമാത്രമല്ല, അതിനുശേഷം അവരുടെ പല രീതിയിൽ അവരെ 15 ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ്, എന്തൊക്കെയോ കേസുകളും നൂലാമാലകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ പിന്നാമ്പുറം പരിശോധിക്കുമ്പം മുമ്പുറം ഭയങ്കര അബദ്ധമാണ്. അതുകൊണ്ട് തന്നെ എരയും കണക്കാണ് വേട്ടക്കാരനും കണക്കാന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. സത്യത്തിൽ അങ്ങോട്ടാണ് എല്ലാം കണക്ട് ചെയ്യുന്നത്. എന്താണേലും കണ്ടന്റ് അറിയേണ്ടി വരും. എല്ലാവരും കൂടെ മൊട്ടടിച്ച് പഴനിക്ക് പോകേണ്ടി വരുമോ, അതോ മൊട്ടടിച്ച് അമ്മൻ്റെ എന്താ പറയുക, അമ്മ എന്നൊന്നും പറയാൻ പറ്റില്ല, AMAമ്മയുടെ ഭാരവാഹികളായിട്ട് തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം.